അസ്സലാമു അലൈക്കും. എന്താണ് രണ്ടാളും കുറുകുറു രാവിലെ തന്നെ? നഖം വെട്ടുന്നതിനെ കുറിച്ച്. നഖം വെട്ടൽ ഇത്ര വലിയ സംഭവമാണോ? സംഭവമാണല്ലേ. വെള്ളിയാഴ്ച ദിവസം എന്നാണ് നഖം മുറിക്കേണ്ടത്? എപ്പോഴാണ് നഖം മുറിക്കേണ്ടത്? എപ്പോഴാണ്? വ്യാഴാഴ്ച അസർ മുതൽ വെള്ളിയാഴ്ച ജുമ വരെ നമുക്ക് നഖം മുറിക്കാൻ സമയമുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നഖം വെട്ടാൻ പറ്റും. എങ്ങനെ? ആദ്യം ഇന്ന കൈ കാൽ അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? ആദ്യം വലത് കൈയിൽ നഖം മുറിക്കണം, പിന്നെ ഇടത് കൈയിൽ നഖം മുറിക്കണം, പിന്നെ വലത് കാലിൻ്റെ നഖം മുറിക്കണം. അപ്പോൾ ആദ്യം വലത് കൈയും പിന്നെ ഇടത് കൈയും പിന്നെ വലത് കാലും പിന്നെ ഇടത്. അപ്പോൾ ആ ഓർഡറിൽ മുറിക്കാം. ഇനി നഖം മുറിക്കുന്ന വിരലുകൾക്ക് ഓർഡർ ഉണ്ടോ? അതെങ്ങനെയാണ്? വലത് കൈൻ്റെ ചൂണ്ടുവിരൽ നമ്മൾ ആദ്യം മുറിക്കണം, പിന്നെ നടുവിരല്, മോതിരവിരല്, ചെറുവിരല്, തള്ളവിരൽ. അപ്പോൾ ഈ 5 വിരലാണ്, ഈ ഓർഡറിലാണ് ആദ്യം വലത് കൈൻ്റെ മുറിക്കുന്നത്. പിന്നെ ഇടത് കൈ ആണെങ്കിലോ അങ്ങനെ 10 ആയി. അപ്പോൾ 1 2 3 4 5 6 7 8 9 ഈ ഓർഡറിലാണ് കൈയിൻ്റെ മുറിക്കേണ്ടത്. പുതിയ അറിവാണ് കേട്ടോ. കാല് നമുക്ക് ഇഷ്ടമുള്ള മുറിക്കാൻ പറ്റുമോ? എങ്ങനെയൊന്ന് പറഞ്ഞു തരും. ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ അത് ആ വിരലാണോ? ചെറിയ വിരൽ മുതൽ ഇടത് കാലിൻ്റെ ചെറുവിരൽ. അപ്പോൾ ഒരു ആർച്ച് മോഡല്. അപ്പോൾ വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെ 10 അല്ലേ? ഓക്കെ. ഇനി നഖം നമ്മൾ എന്താ ചെയ്യുക? മുറിച്ചെടുത്ത് നഖം നമുക്ക് പുറത്ത് കളഞ്ഞൂടെ? കളയാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യുക? കുഴിയെടുത്ത് നമ്മളിത് മറവുകയാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെ ഈ നഖം മുറിക്കുന്ന സമയത്ത് ഇത്ര കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, വെള്ളിയാഴ്ച രാവ്, അതായത് വ്യാഴാഴ്ച അസർ മുതൽ വെള്ളിയാഴ്ച ജുമ വരെയുള്ള സമയം നഖം മുറിക്കേണ്ട സമയം. പിന്നെ മുറിക്കുന്ന കൈ ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ, പിന്നെ വലത് കാൽ, പിന്നെ ഇടത് കാല്. വിരലുകൾ തന്നെ 1 2 3 4 5 6 7 8 9 10. വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ചെറുവിരൽ വരെയുള്ള 10, അങ്ങനെ 20. നമ്മൾ മുറിച്ചെടുത്ത നഖം നമ്മൾ കുഴിച്ചിടും വേണം അല്ലേ? അതല്ല ഏറ്റവും ഉത്തമമായ രൂപം. മാഷാ അല്ലാഹ്, നല്ലൊരു അറിവാണ്. ഏതാണെങ്കിലും അല്ലാഹു നമ്മളെല്ലാവരും നല്ല സ്വാധീനങ്ങളാക്കി തരട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ദുആ ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും.